അയൽവക്കക്കാരായ രണ്ട് കുടുംബക്കാർ തമ്മിൽ ഭയങ്കര വഴക്ക്. ഈ വഴക്കിനിടയിൽ രണ്ട് കുടുംബക്കാരും ശബരിമലയ്ക്ക് പോകുമ്പോൾ മറ്റേ തൊട്ടടുത്ത അയൽവക്കത്തെ കുടുംബനാഥനെ എങ്ങനെയോ പുലി പിടിക്കുന്നു. പുലി പിടിച്ചതിന്റെ അടിയന്തരം വീട്ടിൽ നടത്തുകയാണ്. അപ്പൊ ഭക്ഷണത്തിന് കൊതിക്കാൻ എങ്ങനെ വീട്ടിലെ കുട്ടികൾ കാരണം അവിടെ കണ്ടു അടിയന്തരം സദ്യയൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാം, ഞങ്ങൾ പോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇപ്പുറത്തെ വീട്ടിലെ അമ്മ പറഞ്ഞത് എന്ത് ചെയ്യാനാ, നമുക്കും ഉണ്ടല്ലോ ഒരച്ഛൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്, കാട്ടില് പുലിയുണ്ട്, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ അമ്മയെ പോലെ നമുക്കും ഉണ്ടല്ലോ ഒരു ഭരണകൂടം. പേരിന് കൊടിവെച്ച കാറുകളിൽ നമ്മുടെ മന്ത്രിമാർ തെക്ക് വടക്ക് പായുന്നുണ്ട്. കുടിവെച്ച കാറുകളിൽ ഒന്നിനും ഒരു കുറവുമില്ല. വെറും മന്ത്രിമാര് മാത്രമല്ല, വിവരമില്ലാത്ത മന്ത്രിമാരെ ഉപദേശിക്കാൻ വേണ്ടി 4 പേരെ ഉപദേശിക്കൂട്ടങ്ങളുണ്ട്. പെന്തക്കോസ്ത് സഭയ്ക്ക് പോലും ഇത്രയും ഉപദേശികളില്ല. അത്രയും ഉപദേശികളാൽ നയിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട്. 4 പേരെ ഉപദേശി സമൂഹത്തിൽ. ഇവരൊക്കെ തെക്കും വടക്കും ഓടുന്നുണ്ട്. എന്തിനാണ് നമുക്ക് മന്ത്രിമാര്? കരണ്ട് കല്യാണോ സുന്നത്ത് കല്യാണമൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഇത്രയധികം മന്ത്രിപ്പടവേണം. ഏത് രംഗത്ത് ഭരണത്തിലേറെ ഇത്രയും നാൾക്കിടയിൽ ജനോപകാരപ്രദമായ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുന്നില്ല, അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ, അവരുടെ മനസ്സിന്റെ വെപ്രവവും ആകാംക്ഷയും ഒഴിവാക്കാൻ, അവരെ സംരക്ഷിക്കാൻ പ്രാചീന ഭരണകൂടങ്ങളുടെ കടമ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംരക്ഷിക്കൽ മാത്രം, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തലല്ല, അവരെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു പ്രാചീന ഭരണകൂടങ്ങളുടെ ചുമതലയെങ്കിൽ ആധുനിക ഭരണകൂടങ്ങൾക്ക് അതിനപ്പുറമാണല്ലോ ക്ഷേമം എന്നുള്ളത്. അപ്പൊ ക്ഷേമം ഞങ്ങൾ ചോദിക്കുന്നില്ല, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തിയോ എന്നല്ല ചോദിക്കുന്നത്. പ്രാചീന ഭരണകൂടങ്ങളുടെ പോലും ബാധ്യതയായിരുന്ന ജനസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ആ പ്രവർത്തനത്തിന് സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ഇവിടെ ഇത്തരത്തിലൊരു ഭരണകൂടം എന്നുള്ള ചോദ്യമാണ് മുഴുവൻ മലയാളിയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു രംഗത്ത് നമുക്ക് ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയാത്തവർ ഇനിയും എന്തിന് നാട്ടുകാരുടെ പണം ചെലവഴിച്ചുകൊണ്ട് നാട്ടുകാരുടെ പണം മെനക്കെടുത്താൻ വേണ്ടി മാത്രം നമുക്ക് എന്തിനും ഇങ്ങനൊരു സംവിധാനം? ഏറ്റവും അവസാനത്തുനിന്ന് നമുക്ക് തുടങ്ങാം. കേരളത്തെ മുഴുവൻ, അല്ലെങ്കിൽ സാംസ്കാരികമായി സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥമറിയാവുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് വിഷമത്തോടുകൂടി കേരള മന്ത്രിസഭയെ നോക്കുന്നു. എന്തിന് ഇങ്ങനൊരു ബഫൂണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. കേരള മന്ത്രിസഭയ്ക്ക് MM മണി ആവശ്യമായിരിക്കാം. കാരണം നമുക്കറിയാം എങ്ങനെയാണ് ഇപ്പൊ MM മണി കേരള മന്ത്രിസഭയെ രക്ഷിച്ചത് എന്നുള്ളത്, എങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെ രക്ഷിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. കാരണം കുരിശ് വിവാദത്തിലും റവന്യൂ ഭൂമി വീണ്ടെടുക്കുന്ന വിഷയത്തിലൊക്കെ നാണം കെട്ടി നാറിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ആ വാർത്തകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് MM മണി കളിച്ച വേഷമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ ഭരിക്കാനറിയാത്ത പിണറായി വിജയന് ഇതൊരു താങ്ങാണ്. MM മണിയെ പോലുള്ളവർ കാട്ടിക്കൂട്ടുന്ന, കാരണം MM മണി വളരെ വ്യക്തമായി പറഞ്ഞു, ഞാനിതെല്ലാം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത്, മുഖ്യമന്ത്രി എഴുതി കൊടുത്തത് അതേപോലെ വൃത്തികെട്ട ശരീരഭാഷ ഉപയോഗിച്ച് പറഞ്ഞു എന്നതിൽ കവിഞ്ഞതാണ് MM മണി ചെയ്തത്. അപ്പൊ MM മണി പോലുള്ള ഒരു വിദൂഷകൻ, ഒരു ബഫൂൺ വേഷം തീർച്ചയായും ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ ആവശ്യമായിരിക്കാം. പക്ഷെ അത് ഇവിടുത്തെ സമൂഹം